സിയ, എനിക്ക് എണീക്കാനായില്ലേ? നാളെ SLC അല്ലേ? വല്ല ബോധമുണ്ടോ നിനക്ക്? സാധാരണ എല്ലാ കുട്ടികളും ഇരുന്ന് പഠിക്കുന്ന സമയമാണ്, എന്നിട്ട് എൻ്റെ മോക്ക് ഇപ്പഴും പഠിക്കാൻ സമയമായില്ലല്ലേ? ഒന്നും ഉണ്ടാക്കണ്ടോ നിങ്ങള്? ഞാൻ മിണ്ടാതെക്കാം. റിസൾട്ട് വരുന്ന നാട്ടുകാരെ മുഖത്തൊന്നും നോക്കാതെ ഞാൻ ഇവിടെ ഇതേപോലെ ഇങ്ങനെ മിണ്ടാതിട്ടിരിക്കാം. സാധാരണ എല്ലാ കുട്ടികളും SLC അടുക്കുമ്പോഴെങ്കിലും പഠിക്കുന്നുണ്ട്. ഇവിടെ ഒന്നുണ്ട്, പുസ്തകം ഇപ്പോഴും തൊടാനായില്ല. ഞാൻ വായിക്കമ്മ, കുറച്ചുകൂടെ സ്വൈര്യം തരും നിങ്ങള്. നിനക്കൊക്കെ സമയം എല്ലാ കാര്യം ചെയ്തെന്നതുകൊണ്ട് എത്ര അഹങ്കാരം. പോയിരുന്ന് പഠിക്കാൻ പറഞ്ഞാൽ പഠിക്കൂല, എന്നിട്ട് എക്സാമിന് മാർക്ക് പറഞ്ഞിട്ട് ഇവിടെ വാ കാണിച്ചു തരപ്പോ. റിസൾട്ട് വരുമ്പോൾ മാർക്ക് എങ്ങാനും കുറയട്ടെ, നീ ഇവിടുത്തെ അടിയുടെ ചൂടറിയും നോക്കിക്കോ. ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിനക്ക് കട്ടിൽ നിന്ന് എണീക്കാനായില്ലടി? ഞാൻ വായിക്കുക, വയറുവേദന ആയതുകൊണ്ട് ഞാൻ കുറച്ചേരം കൂടി കടന്നിട്ട് ഞാൻ പോയിക്കോളാം. ഒരു പെൺകുട്ടിയെ കുറച്ച് വേദനയൊക്കെ സഹിക്കേണ്ടി വരും. ഇതൊക്കെ സഹിച്ചിട്ട് തന്നെയാണ് ഒരു പെൺകുട്ടി ജീവിക്കേണ്ടി. ഇതൊക്കെ അതിന്റെ ഭാഗമാണ്, ജീവിതത്തിന്റെ ഭാഗമാണത്, മനസ്സിലായോ? അല്ലാണ്ട് ഇത് പഠിക്കാനുള്ള ഒരു കാരണമാക്കി എടുത്ത് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കടുക്കല്ല. ഈ വേദന ഒക്കെ സഹിച്ചിട്ട് തന്നെ ഞാനും ഇവിടെ എത്തി. ഇവിടെ എനിക്ക് വയറുവേദന ഉണ്ടാകുന്ന സമയത്ത് ഒരു കുട്ടി തിരിഞ്ഞു നോക്കിയില്ല, ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കൂല. കാരണം ഇതൊക്കെ പെൺകുട്ടിയായ അതിന്റെ ഭാഗമാണിത്. ഇതൊക്കെ ഇവിടെ വന്ന് ഇങ്ങനെ കടന്നിട്ട് സമയം പോക്കാനുള്ള ഒരു കാരണമല്ല ചെയ്യാ. പോയിരുന്ന് പഠിക്കേ. ഞാൻ പോവാ, അറ്റ്ലീസ്റ്റ് ആ മരുന്നെങ്കിലും തരും നിങ്ങള്. ഈ പരീക്ഷൻ്റെ ഇടയിൽ കുടിക്കാൻ പറ്റിയ മരുന്നാ. ഈ വയറുവേദനയുടെ മരുന്ന് എന്നൊന്നും പറയുന്നത് എല്ലാ മാസം കുടിക്കാൻ പറ്റുന്നതല്ല. കിഡ്നിയുടെ അടിച്ചു പോകും, പിന്നെ ഇതിന്റെ ബാക്ക് നടക്കാൻ ഞങ്ങൾക്ക് ആവൂല. കുറച്ച് വേദന ഇപ്പൊക്കെ സഹിച്ചാലേ കുറച്ച് വലുതായ വേദന സഹിക്കാനുള്ള കഴിവുണ്ടാവുള്ളൂ, മനസ്സിലായോ? അതല്ലാതെ എന്തേ വേദന വരുമ്പോൾ അത് മരുന്നെടുത്ത് കുടിക്കലല്ല. സ്വയം തരില്ലാന്ന് എന്നല്ലേ ഈ ചൂടിന്റെ കൂടെ നിങ്ങൾ ഒച്ച ഉണ്ടാക്കണ പൂ തന്നെയാണ് വായിക്കാൻ. നീ ആയിരുന്നു ഇന്നെന്താ ഇത്ര നേരത്തെ? അതിന്റെ മോളെ രാവിലെ തുടങ്ങിയ ചൂടിന്റെ ആളെ വായിക്കി പറഞ്ഞിട്ട് അങ്ങനെ മൂട്ടുകൂടാൻ സ്വയം തരില്ലാന്ന് വല്ല ശബ്ദം എടുത്ത പോലെ ചൂടിന്റെ ഒന്ന് എണീക്കണത് വരെ മാറാണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. രാവിലെ നീ എൻ്റെ ഉമ്മയായിട്ട് ഉടക്കിയോ? ഞാൻ അങ്ങോട്ട് പോയി ഉടക്കിയതൊന്നും അല്ലല്ലോ, ഇങ്ങോട്ട് വന്ന് അങ്ങനെ വെറുപ്പിച്ചതല്ലേ. നീ വർത്താനം പറയാനാണ് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ നീ ഇങ്ങോട്ട് വരണ്ട കേട്ടോ. ഇനി ഇവള് വായിക്കുന്നതും കൂടി ഇല്ലാണ്ടാക്കാൻ വേണ്ടിട്ട് വെറുതെ ഒരുങ്ങി കെട്ടി വന്നോളൂ എല്ലാ ദിവസവും. അയ്യേ, അപ്പൊ വന്നൊക്കെ നീ സീരിയസ് ആക്കി എടുത്തോ. നീ അതൊന്നും കാര്യമാക്കാൻ നിൽക്കണ്ട. ഞാനുണ്ടല്ലോ ഇപ്പൊ ഓർത്ത്, എനിക്ക് വീട്ടില് ചെറിയൊരു പണിയുണ്ട്, ഞാൻ അങ്ങോട്ട് പോട്ടെ. നീ ഇങ്ങോട്ട് വായിക്കാനല്ലേ വന്നേ? നമ്മളതിന് പോർഷൻസ് ഒന്നും തുറന്നിട്ട് പോലും ഇല്ലല്ലോ. പിന്നെ നീ ഇങ്ങോട്ട് പോണേ? അതെനിക്ക് പോകേണ്ടി അർജന്റ്, അതുകൊണ്ടാ. പൊന്നു മോളെ, കാരണം ഇങ്ങനെ ഉരുണ്ട് കളിക്കണ്ട. അപ്പ പറഞ്ഞേ കേട്ടിട്ട് പോകാൻ നിൽക്കല്ലേ. അതിനോട് ഞാൻ പറഞ്ഞില്ല, ഒന്നും സീരിയസ് ആക്കി എടുക്കണ്ട. ബിസിനസ് തലയിൽ കയറി അപ്പം പലതും പറയും, അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ മോൾ ഇങ്ങോട്ട് പഠിക്കാനല്ലേ വന്നേ, മോൾ ഇങ്ങോട്ട് പഠിച്ചിട്ടേ ഇവിടുന്ന് പോവുള്ളൂ. ഇനി ഒരു അർജൻറ്റും ഇല്ല. നാളെ എക്സാം അല്ലേ, എക്സാമിനുള്ള പഠിച്ചിട്ട് പോയാൽ മതി. അതല്ലടി ഞാൻ പറയുന്നേ കേക്ക്. ഒരു ഇടിയുമില്ല, ഇങ്ങോട്ട് വന്ന് വായിക്കാനാ, അത് വായിച്ചിട്ട് പോയാൽ മതി. ഇടി, ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കണേ എൻ്റെ മുഖത്തിന് എത്ര വാട്ടം. അപ്പ പറഞ്ഞ കേട്ടിട്ടാണോ? അതൊന്നും അല്ല, രാവിലെ പിടിച്ചായി നല്ല പെയിൻ ഉണ്ട്, അതുകൊണ്ടാ. എന്നിട്ട് നീ മെഡിസിൻ ഒന്നും എടുത്തില്ല? അമ്മ സമ്മതിച്ചില്ല, എക്സാം ടൈമിൽ മെഡിസിൻ കുടിക്കണ്ടെന്ന് പറഞ്ഞു. എടാ, എന്നാൽ നീ ഇവിടെ ഇരിക്കും, ഞാൻ മെഡിസിൻ എടുത്തിട്ട് വരാം. ഉമ്മേ, ഇവിടെ വയറുവേദനയുടെ ടാബ്ലറ്റ് ഉണ്ടോ? ഷെൽഫിലുണ്ട്. ഇന്നും നിനക്ക് പിടിച്ചായോ? ഇല്ല ഉമ്മ, അതെനിക്കല്ല, സീർക്കാം. നീ ഇതെങ്ങോട്ടാ? ഞാൻ പറഞ്ഞ പണിയൊക്കെ തീർത്തോ നീ? ഇല്ല, കുറച്ചും കൂടെ ഉണ്ട്. അതൊന്നും തീർക്കാതെ നീ എങ്ങോട്ടാ? ഉമ്മാമ്മ, നാളെ എനിക്ക് എക്സാമാ, അപ്പം ഞാൻ വായിക്കാൻ വേണ്ടി പോവായിരുന്നു. ദിവസത്തെ ഞാൻ ഏൽപ്പിച്ച പണി തീർക്കാതെ നീ എങ്ങോട്ടും വായിക്കാൻ പോവില്ല, മനസ്സിലായോ? ആദ്യം ഞാൻ ഏൽപ്പിച്ച പണി തീർക്ക്, എന്നിട്ട് ഉള്ള പഠിത്തമൊക്കെ മതി. പണിയൊക്കെ ഞാൻ ചെയ്യാം, നീ പോയി വായിച്ചോ. നിനക്ക് പണിയെടുക്കാനാവുമെങ്കിൽ പിന്നെ എന്തിനാ എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചേ? കുട്ടികളെ ഇടയ്ക്കൊക്കെ ഒന്ന് പണിയെടുപ്പിക്കണം, എന്നാലേ ഇങ്ങനത്തെ ആവശ്യങ്ങൾ വരുന്ന സമയത്ത് അവൾ പണിയെടുക്കുള്ളൂ. അവൾക്ക് എന്തെങ്കിലും ഒരു ന്യായം കണ്ടെത്താൻ വേണ്ടിയിട്ട് അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവൾ ഏൽപ്പിച്ച പണി അവൾ തീർത്തോളും. നിനക്ക് പണിയെടുക്കാൻ ഇത്ര ആവധി ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ നീ ഇങ്ങോട്ട് എന്നെ വിളിച്ചു വരുത്തിച്ചേ? വെറുതെ എൻ്റെ സമയം പോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിച്ചേ ഇവിടെ പണിയെടുക്കാനാണെന്നുണ്ടെങ്കിൽ അത് മോൾ സ്വപ്നം കണ്ടാൽ മതി. പണിയൊക്കെ നിൻ്റെ മോളെടുക്കും. പിന്നെ നിന്നോട് റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ നീ റെസ്റ്റ് എടുത്താൽ മതി. പിന്നെ പഠിക്കുന്ന സമയത്ത് നമ്മളും പണിയെടുത്തൊക്കെ തന്നെയാണ് വളർന്നേ. പിന്നെ പണിയെടുത്ത് പഠിച്ചു എന്ന് കരുതി ഒന്നും ആവാനൊന്നും പോകുന്നില്ല. പിന്നെ നിന്നോട് എനിക്ക് പറയാനുള്ളത്, നീ റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് റെസ്റ്റ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നിനക്കാണ് കേട്, എനിക്കല്ല. അത് നീ ഓർത്താൽ നിനക്ക് കൊള്ളാം. അമ്മ പോയി റെസ്റ്റ് എടുത്തോ, ആ പണിയൊക്കെ ഞാൻ നോക്കിക്കോളാം. എന്നാലും മോളെ, നമുക്ക് നാളെ എക്സാം അല്ലേ, നീ പോയി പഠിച്ചോ, അത് ഞാൻ നോക്കിക്കോളാം.
വന്ന് അമ്മയ്ക്ക് തീരെ അനുസരണമില്ലാതായിരുന്നു കേട്ടോ. ഈ സമയത്ത് എല്ലാവർക്കും ഹോർമോൺ ചേഞ്ചസ് ഒക്കെ നടന്ന് എല്ലാവർക്കും മൂൺ ചേഞ്ചസ് ഒക്കെ ഉണ്ടാകുന്ന സമയമാണ്. അപ്പേരും പറഞ്ഞ് എല്ലാവരും റെസ്റ്റ് എടുക്കുക ചെയ്യല്. ഇത് ഏത് തരം മൂൺ ചേഞ്ചസ് ആവും? ഇങ്ങനെ പണിയെടുക്കാൻ വേണ്ടി ഇത്രയും ബൂതിയുള്ള ടൈപ്പ് മൂൺ ചേഞ്ചസ്? വന്ന് ഇപ്പം ഞാൻ അമ്മയും അമ്മ ഇപ്പം മകളും ആയല്ലോ. പറഞ്ഞു ഒന്നും അനുസരിക്കാതെ വെറുതെ കുറുമ്പും കളിച്ചിരിക്കല്ലോ കേട്ടോ. നിന്ന് കിണങ്ങിയതൊക്കെ മതി, പോയി റെസ്റ്റ് എടുത്തോ. പോ. ഇവിടുന്ന് വാചകം എടുക്കാതെ പോയിരുന്ന് വായിക്കടി. വായിക്കണ്ടെന്നാമോ, ഞാൻ പോവാണ്. ആദ്യം പോയിട്ട് റെസ്റ്റ് എടുക്ക്. ഞാൻ അപ്പോഴത്തേക്കും പോയിട്ട് പണിയൊക്കെ തീർത്ത് ഞാൻ പോയി വായിച്ചോളാം കേട്ടോ. ഈ കൊച്ചിൻ്റെ ഓരോ കാര്യം. ഡി കടന്ന് മോങ്ങിയതൊക്കെ മതി. നീ ആദ്യമേ ഈ ടാബ്ലറ്റ് കുടിച്ചിട്ട് നീ റെസ്റ്റ് എടുക്ക്. ഞാൻ അപ്പോഴത്തേക്കും വരാം. മോളെ, ഇത് സിയക്കൊന്ന് കൊണ്ടു കൊടുക്കുമോ? ഞാൻ കൊടുക്കാം ആൻറ്റി. ഈ മെഡിസിൻ നിങ്ങൾ കൊണ്ടുപോയിക്കോളി. അവൾക്കുള്ള മെഡിസിൻ ഞാൻ ഓൾറെഡി കൊടുത്തായിരുന്നു. അയ്യോ, അവൾ രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. വെറും വയറ്റിൽ ടാബ്ലറ്റ് കൊടുക്കാൻ പാടില്ലല്ലോ. സോറി ആൻറ്റി, ഞാൻ അവൾ പെയിൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ടാബ്ലറ്റ് എടുത്ത് കൊടുക്കുകയും ചെയ്തു. അവൾ ഫുഡ് കഴിക്കാത്ത കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവളോട് ഞാൻ എന്നും പറയുന്നതാ ഫുഡ് കഴിക്കാതെ ടാബ്ലറ്റ് എടുക്കരുത് എന്നുള്ളത്. ഇത്രയും ഡോസുള്ള ടാബ്ലറ്റ് അവൾ ഫുഡ് കഴിക്കാണ്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്ര കേടാ. ഇത് പറഞ്ഞാൽ എങ്ങാനും കേൾക്കുമോ? അതുമില്ല. ഇപ്പം ടാബ്ലറ്റ് എടുത്ത സ്ഥിതിക്ക് ഇപ്പം തന്നെ ചായ കുടിക്കാൻ പറ്റില്ല. അവളോട് കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഫുഡ് കഴിക്കാൻ വരാൻ പറയും. ഞാൻ അവളോട് പറയാം. നിനക്ക് പെയിൻ എങ്ങനെയുണ്ട്? കുറവുണ്ടോ? ഇപ്പം കുഴപ്പമൊന്നുമില്ല, കുറവുണ്ട്. എനിക്ക് ഏതൊരു പോർഷൻ ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞില്ലേനോ? അതേതേനി? അത് 4th ചാപ്റ്റർ ലാസ്റ്റൊക്കെ. അത് നമുക്ക് റിവൈസ് ചെയ്യുമ്പം നോക്കിയാൽ പോരെ? നിനക്കങ്ങനെ മതിയെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. അതെ, ഞാൻ സംശയം ചോദിക്കട്ടെ? ചോദിക്കി. എനിക്കെങ്ങനെ ഈ പഠിച്ച കാര്യമൊക്കെ അല്ല ഓർമ്മ നിൽക്കണേ. ആരെന്നോട് പറഞ്ഞ് ഞാൻ പഠിച്ച കാര്യം മറക്കില്ലാന്ന്. ഞാനും മറന്നുപോയിണ്ട്. ഞാനിങ്ങനെ ഈ പുസ്തകത്തിലുള്ള അതേപോലെ ഞാൻ എക്സാമിനൊന്നും എഴുതിയില്ല. എനിക്ക് മനസ്സിലായ പോലെ എഴുതി. അതേപോലെ നമ്മളൊന്നും എഴുതുന്ന സമയത്ത് നമുക്ക് മാർക്ക് കിട്ടിയില്ലല്ലോ. നോർമലായിട്ട് ഓൾമോസ്റ്റ് എല്ലാവരും നമുക്ക് മനസ്സിലായ പോലെ എഴുതലല്ലേ. പക്ഷേ അതിനേക്കാൾ മാർക്ക് അങ്ങ് കിട്ടിയില്ലേ? അതെങ്ങനെ? അതെ, ഈ സാധാരണ രീതിയിൽ ടീച്ചേഴ്സ് ആൻസർ കീ നോക്കിയിട്ടാണ് മാർക്ക് ഇടുന്നത് എന്നുള്ളത് റിയാലിറ്റി ആണെങ്കിലും ആൻസർ കീയിലുള്ള സെയിം പോയിൻറ്റ്സ് അതിലുണ്ടായാൽ മതി. അതല്ലാണ്ട് ആ ഒരു ബുക്കിലുള്ള അതേപോലെ തന്നെ എഴുതി വെച്ചാൽ മാർക്ക് തരുമെന്നോ ബുക്കിലുള്ള അതേ എക്സാക്റ്റ് സാധനം എഴുതിയാലേ മാർക്ക് തരുള്ളൂ എന്നും എവിടെ എഴുതി വെച്ചില്ല. പിന്നെ ഈ നോർമലായിട്ട് നമുക്ക് പഠിക്കുന്നതിന് ഓരോ വഴികളുണ്ടാവും. അതായത് ഇപ്പം ചില ആളുകൾക്ക് ഇങ്ങനെ സൈലൻ്റ് ആയിട്ട് മെല്ലെ വായിച്ചാലായിരിക്കും തലയിൽ കയറുക. ചില ആളുകൾക്ക് ഉറക്കനെ വായിക്കേണ്ടി വരും. ചില ആളുകൾക്ക് ഇങ്ങനെ നടന്ന് ഓരോ സ്റ്റെപ്പൊക്കെ ചെയ്ത് വായിക്കുന്നതായിരിക്കും ബെറ്റർ. ചില ആളുകൾക്ക് ഈ ക്ലാസ് എടുക്കുന്ന പോലെ വായിച്ചാലായിരിക്കും ബെറ്റർ. അത് ഓരോരുത്തരുടെ കംഫേർട്ടിനനുസരിച്ച് അത് ഡിഫറെൻ്റ് ആയിരിക്കും. അത് കണ്ടുപിടിച്ചിട്ട് വേണം നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട്. അത് കണ്ടുപിടിച്ചാലേ നമുക്ക് നല്ല രീതിയിൽ വായിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരാളുടെ കണ്ടിട്ട് ആൾ നല്ല മാർക്കുള്ള കുട്ടിയാണ്, ആളിങ്ങനെയാണ് പഠിക്കുന്നതെന്ന് കണ്ടിട്ട് നീ അതേപോലെ ചെയ്താൽ ചിലപ്പോൾ നിനക്ക് മാർക്ക് ഉണ്ടായിക്കോണമെന്നില്ല. കാരണം അത് നിൻ്റെ വേ അല്ല. അപ്പോൾ നിൻ്റെ ടേസ്റ്റ് എന്താണ്, നിനക്ക് എന്തിലാണ് എങ്ങനെ പഠിച്ചാലാണ് തലയിൽ കയറുക, അതിനനുസരിച്ചിട്ട് വേണം നീ സ്റ്റഡി പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കുക? അത് കണ്ടുപിടിക്കാന്ന് വെച്ചാൽ നമ്മൾ അതൊക്കെ ചെയ്തു നോക്കണം. ആ വഴിയൊക്കെ ചെയ്തു നോക്കിയിട്ട് അതിൽ ഏതാണോ നമുക്ക് സ്യൂട്ട് ആവുന്നത്, ഏത് ചെയ്തിട്ടാണ് നമുക്ക് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്, അതാണ് നമ്മുടെ വേ. അതിപ്പോൾ എന്തായാലും എക്സാമിൻ്റെ മൂട്ടിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം പബ്ലിക്കായി. അപ്പം തൽക്കാലത്തേക്ക് ഇപ്പം നീ സാധാരണ പഠിക്കുന്ന പോലെ പഠിച്ചോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോ. നീ ഇതുവരെ ഇങ്ങനത്തെ ഡൗട്ടൊന്നും ചോദിക്കില്ലേ. നീ എക്സാമിൻ്റെ മൂട്ടിൽ വന്ന് ചോദിച്ചിട്ടാണ്. ഞാനോട് അതിന് മുന്നേ പറഞ്ഞില്ലേ, കുറച്ച് മുന്നേ നീ സ്റ്റഡി പ്ലാൻ ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റുള്ളൂ, സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ. ഇപ്പോഴല്ലേ നിങ്ങൾക്ക് ഇതൊക്കെ ചോദിക്കാൻ തോന്നി? ഇതൊന്നും അല്ലാണ്ട് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന വേറെ എന്തെങ്കിലും രീതി ഉണ്ടോ? അതായത് നിങ്ങൾ ഷോർട്ട് കട്ട് പിടിക്കാന്നല്ലാണ്ട് മാർക്ക് കിട്ടാൻ വേറെ ഷോർട്ട് കട്ടൊന്നുമില്ല. പിന്നുള്ളത് ബിറ്റ് വെക്കലാണ്. അത് സേഫ് അല്ല, എന്നെ അത് ചെയ്യും വേണ്ട. നമ്മൾ നല്ല രീതിക്ക് പഠിച്ചാൽ നമുക്ക് നല്ല മാർക്ക് കിട്ടും. ആ വേ മതി. അല്ലെങ്കിലും ബിറ്റൊക്കെ ആരും കൊണ്ടുപോകണേ, അതിന് മാത്രം ധൈര്യമൊന്നും എനിക്കില്ല. ഞാൻ എത്രയോ വട്ടം ശ്രമിച്ച് നോക്കിയതാണ്. പരീക്ഷകളിലെത്തുമ്പോൾ തിൻ്റെ കൈകാലം വർക്ക് ഞാൻ തിരിച്ച് പുറത്ത് കണ്ടിടും. അങ്ങനെ ബിറ്റുണ്ടാകാൻ മാത്രം ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഇവിടെ ചോദിക്കാൻ നോക്കുകയാണ്. അതൊന്നും നടക്കൂല. ഇനിയിപ്പോൾ പഠിക്കില്ലാണ്ട് വേറെ വഴിയില്ല, പഠിക്കാം. നീ രാവിലെ ഫുഡ് കഴിക്കാതല്ലേ ഇങ്ങോട്ട് വന്നേ? നിന്റെ ഉമ്മ ഇങ്ങോട്ട് വന്നായിരുന്നു, നിന്നോട് ഫുഡ് കഴിക്കാൻ അങ്ങോട്ട് വരാൻ പറഞ്ഞു. യു മീൻ എൻ്റെ തള്ള? ഓ മൈ ഗോഡ്, അതിന് തലക്ക് വല്ല അടി കിട്ടിയോ? ഇങ്ങനെയൊക്കെ ഒന്ന് പറയാൻ. അല്ലെങ്കിൽ ഞാൻ തിന്നാനും തിന്നില്ലെങ്കിലും ഒരു പ്രശ്നമില്ലാത്ത ആളാണല്ലോ. എനിക്കൊരു കാര്യം അറിയോ, എനിക്ക് ഈ അമ്മമാരുടെ ലൈഫൊന്ന് ആലോചിച്ച് നോക്ക്. അവരെപ്പോഴും കിച്ചണിലും വീട് നന്നാക്കി അങ്ങനെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഒതുങ്ങി ജീവിക്കുന്ന ആൾക്കാരാണ്.
അവർക്ക് പറഞ്ഞാൽ നോക്കി നമ്മളോടൊക്കെ സ്നേഹമൊക്കെ ഉണ്ടാവും. അവരുടെ സ്നേഹം എന്ന് വെച്ചാൽ അവരിങ്ങനെ വീട്ടിലുള്ള ഒതുങ്ങി നിൽക്കുമ്പോൾ അവർക്ക് പറയാനും അവരുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനും വെറുതെ വഴക്ക് കൂടാനൊന്നും ആരുമില്ല. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും അവരുടെ മക്കളുമായിട്ട് വഴക്ക് കൂടും. പ്രത്യേകിച്ച് പെൺകുട്ടികളായിട്ടാണ് അമ്മമാർ സാധാരണ വഴക്കുണ്ടാക്കുക. അത് ദേഷ്യം ഉണ്ടായിട്ടൊന്നുമല്ല, ഇങ്ങനെ വെറുതെ വീട്ടിലിരുന്ന് ബോറടിക്കുമ്പം രസത്തിനടി ഉണ്ടാക്കുന്നതാണ്. അല്ലാതെ നിൻ്റെ അമ്മ നിന്നോട് വഴക്ക് കൂടുന്നത് നിന്നെ ഇഷ്ടമില്ല എന്നിട്ടൊന്നുമല്ല. അവരുടെ ഒരു എൻജോയ്മെൻറ്റ് അത്രയേ ഉള്ളൂ. അതിനൊക്കെ ഇപ്പം എൻജോയ്മെൻ്റ് എന്ന് പറയാം. വെറുതെ വഴക്ക് കൂടി ഇങ്ങനെ ഇപ്പം ഇങ്ങനെ കടന്നു ചോറിനോട്ടിരിക്കുന്നത് അതിലൊക്കെ എന്ത് എൻജോയ്മെൻ്റ് ആണല്ലേ വെറുതെ ഒരാളങ്ങനെ വഴക്ക് പറഞ്ഞ് വിചാരിച്ചിട്ട്. നീ ഒരിക്കലെങ്കിലും വീട്ടിലെ പണിയെടുത്തിട്ടുണ്ടോ? ഐ മീൻ കിച്ചണിൽ കയറുക അങ്ങനെ എന്തെങ്കിലും? അഹപ്പത്താ ഞാൻ കയറിയിട്ടൊന്നുമില്ല. ഇതിനാ പോവും അമ്മ ഉണ്ടാകുമ്പോൾ ഞാൻ തന്നെ കിച്ചണിൽ നീ ഒരു ദിവസം നിൻ്റെ വീട്ടിലെ പണിയൊക്കെ ഒന്ന് സ്വന്തമൊക്കെ എടുത്ത് നോക്ക്. അപ്പം കാണാം നീ പറയുന്നതൊക്കെ. അപ്പം ആ സമയത്ത് നിനക്ക് മനസ്സിലാവും എത്രത്തോളം വലിയ പണിയാണ് ഇതെന്നൊക്കെ. പിന്നെ നീ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ ഹൗസ് വൈഫ് എന്നൊക്കെ പറയുന്ന ജോലി എന്ന് വെച്ചാൽ വേറെ ഏത് ജോലിയിലും നമുക്ക് റിട്ടയർമെൻറ്റ് ലൈഫൊക്കെ ഉണ്ടാവും. പക്ഷേ ഹൗസ് വൈഫ് എന്ന് പറഞ്ഞ ജോലി എന്ന് വെച്ചാൽ നമ്മൾ ലൈഫ് ലോങ് ചെയ്യുന്നൊരു കാര്യമാണ്. അതിൽ നമ്മൾ ഒരു വട്ടം കയറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫുള്ളായിട്ട് നമ്മുടെ ലൈഫ് ലോങ് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. ഒരു ദിവസം തന്നെ ആ പണിയൊക്കെ എടുക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഊപ്പാട് ഇളകി പോകുമെന്ന് പറയില്ലുള്ളൂ. അത് നമുക്ക് അനുഭവിക്കാം. അത്രയ്ക്കും ഉണ്ടാവും ഒരു വീട്ടിലെ പണി എന്ന് പറഞ്ഞാൽ. കാണുമ്പോൾ ഭയങ്കര എളുപ്പമാണെങ്കിലും അത്ര എളുപ്പമൊന്നുമല്ല അതൊന്നിട്ട് ചെയ്ത് തീർക്കുക എന്ന് പറയുന്നത്. അത്രയും കഷ്ടപ്പെട്ട് എല്ലാ ദിവസവും ഈ പണിയൊക്കെ എടുക്കുന്ന അവർ സത്യം പറഞ്ഞാൽ റെസ്പെക്റ്റ് ചെയ്യാൻ വേണ്ടേ. അമ്മ കേട്ടിട്ട് തന്നെ എത്രയാളെ. ഞാൻ പിന്നെ ഇതൊന്നും എടുത്ത് ശീലമില്ലാത്തതുകൊണ്ടും എൻ്റെ ഉമ്മീനെ എടുപ്പിക്കാത്തതുകൊണ്ട് എനിക്കിതൊന്നും അറിയില്ല ഇത് ഇത്രമാത്രം പണിയുള്ളതാണ്. ഞാനിപ്പോൾ ഉമ്മ എടുക്കുന്നതേ കാണാറുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചത് ഭയങ്കര എളുപ്പമുള്ള പണിയാണ്. ഇപ്പം മനസ്സിലായില്ലേ ഈ ഹൗസ് വൈഫ് എന്ന് പറയുന്ന അത്ര എളുപ്പമുള്ള പണിയല്ലാന്ന്. എടുത്തിട്ടില്ലെങ്കിലും നിൻ്റെ ഈ വർത്താനം കേട്ടപ്പോൾ മനസ്സിലായി അത്യാവശ്യം നല്ല പണിയുള്ളൊരു പണിയാണ് ഹൗസ് വൈഫ്. അതെ, നീ രാവിലെ ഒന്നും ഫുഡൊന്നും കഴിച്ചില്ലല്ലോ. നീ ആദ്യം പോയി ഫുഡ് കഴിക്കി. അതല്ല അപ്പം എൻ്റെ 4th ചാപ്റ്ററിൽ ഡൗട്ടോ അത് ഞാൻ എന്ത് ചെയ്യും? അതെ, ഞാൻ എനിക്കൊരു PDF സെൻഡ് ചെയ്യാം. എല്ലാ ചാപ്റ്ററിനും ഷോർട്ട് നോട്ട് ഉണ്ട്. പിന്നെ അത്യാവശ്യത്തിന് വരാൻ ചാൻസുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്. അതൊക്കെ ഒന്ന് ചെയ്ത് നോക്ക്. എന്നിട്ടും നിനക്ക് ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ വന്നുകൊണ്ടി അത് ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ എന്നാൽ അപ്പം ബൈ, നാളെ കാണാം. ഇന്ന് ലാസ്റ്റ് എക്സാം അല്ലേ? ഇത് കഴിഞ്ഞിട്ട് എന്താ പ്ലാൻ? ആദ്യം ഇതൊന്ന് തീരട്ടെ എന്നിട്ട് ആലോചിക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നല്ല രീതിയിൽ പരീക്ഷ എഴുതി വാ. പിന്നെ എക്സാം കഴിഞ്ഞിട്ട് നീ ഇങ്ങോട്ട് തന്നെ വരണേ, പോവരുതേ. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇങ്ങോട്ട് വന്നുകൊണ്ടേ. ഇന്ന് ലാസ്റ്റ് എക്സാം അല്ലേ? നമ്മൾ കുറച്ചു നേരം ഇവിടെ കറങ്ങിയിട്ട് വിട്ടു പോവാം. അതെന്താ മോക്ക് ഇപ്പം കറങ്ങാനൊരു പൂതി? അത് ലാസ്റ്റ് ആയതുകൊണ്ട് ഇനിയിപ്പം നമ്മൾ ഈ സ്കൂള് വരൂ ഇങ്ങനെ കിട്ടൂ, അതുകൊണ്ട്. അല്ലാതെ ആ വരുന്ന ആളെ കാണാൻ വേണ്ടിയിട്ടല്ല. അധികം സമയമൊന്നും എടുക്കില്ല, ഒരു 5 മിനിറ്റ് വരാം. ഇവിടെ വെയിറ്റ് ചെയ്യും. നിങ്ങളെന്താണ് ഇവിടെ നിങ്ങളെ താഴത്തൊക്കെ വിളിക്കുന്നുണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. സ്കൂൾ ഫോട്ടോ ഓർഡർ എടുത്തല്ലേ, ഇതിന് എന്ത് ഫോട്ടോ? നമുക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഇല്ലേ, അതിൻ്റെ ലാസ്റ്റ് ആയിട്ടൊരു ഫോട്ടോ വെക്കാൻ വേണ്ടിയിട്ട് കുറേ നാൾക്ക് ശേഷം എടുത്ത് നോക്കാമല്ലോ. അതിന് എല്ലാവരും കൂടി ഒപ്പനാണോ അതല്ലെങ്കിൽ ബോയ്സ് ഗേൾസ് വേറെ വേറെ ആയിട്ടാണോ? ബോയ്സും ഗേൾസും സെപ്പറേറ്റ് ആക്കി എടുത്താൽ മതി എന്നാണ് സാർ ഓർഡർ. എന്നാൽ ആദ്യം ബോയ്സ് എടുത്തോട്ടെ, അതിനുശേഷം ഗേൾസിനെ എടുക്കാം. അല്ല, ഫോട്ടോ ആരാ എടുക്കണേ? നമുക്ക് എല്ലാ പ്രാവശ്യത്തെയും പോലെ അല്ലാതെ കുറച്ച് വെറൈറ്റി ആക്കി എടുക്കാം. ഫോണിന് പകരം ക്യാമറയിൽ എടുക്കാം ഫോട്ടോ. ക്യാമറയിൽ എടുക്കാൻ അറിയില്ല. ക്യാമറ എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ എടുക്കാനറിയില്ല. എടുക്കാൻ ചില്ലാത്ത എനിക്ക് ഇവിടുന്നാടി ക്യാമറ കിട്ടി. ബ്രദറിൻ്റെ കയ്യിൽ നിന്ന് ഒരു ദിവസത്തേക്ക് വാടകയ്ക്ക് എടുത്താൽ എന്തായാലും വാടകയ്ക്ക് എടുക്കാം. എന്നാൽ പിന്നെ ആ ക്യാമറ ഇങ്ങനെ ഓണാക്കേണ്ടിയെന്നെങ്കിലും പഠിച്ചിട്ടെങ്കിലും നമുക്ക് വാടകയ്ക്ക് എടുത്തോളൂ. ഇതൊന്നും അറിയണ്ട ഈ വാങ്ങി. അത് ഞാൻ ആ സമയത്ത് ഓർത്തില്ല. ഫോട്ടോ ഞാൻ എടുത്തുതരാം. ഫസ്റ്റ് ഞാൻ ചുടും, അതിനുശേഷം ആരാന്ന് വെച്ചാൽ ഫോട്ടോ എടുത്തോണ്ടി. എടുക്കാൻ വേണ്ടി വേഗം നിന്നാൽ ഫോട്ടോ എടുത്തരാം. ഓ, എൻ്റെ വർത്തമാനം കേട്ടതൊന്നും ഈയാണ് ഫോട്ടോ എടുക്കുന്നത്. ഫോട്ടോ എടുക്കാൻ പോലും നിശ്ചയില്ല. എൻ്റെ വലിയ ഡയലോഗ് അടിക്കോളൂ. അല്ല, ഈ പറയുന്ന ആൾക്കറിയാം ഫോട്ടോ എടുക്കാൻ? ഇല്ല. ഓ, എൻ്റെ ഡയലോഗിൻ്റെ ഇവിടെ ഒന്ന് ആൾക്കറിയാന്ന് എനിക്കറിയില്ലല്ലോ. എന്നാൽ തൊള്ള കൂട്ടി അവിടെ വന്നോ. ആദ്യം അരയ്ക്കണ ഫോട്ടോ എടുക്കണ പോലെ വേഗം നിന്നോടി. ഇവലുണ്ടാവുള്ള എന്ത് ഈ മരണം വിട്ട് പോയ പോലെ പോസ് വെക്കണേ. ഇത് ലാസ്റ്റ് ഫോട്ടോ അല്ലേ, ഒന്ന് ചിരിച്ചൂടെ? ഈ ബോസ് വേണ്ട, എന്നാ മാറ്റി പിടിക്കാം. ഇങ്ങനെ നിൽക്കേ അങ്ങനല്ലേ? ഇനി ഫോട്ടോ ഞാൻ എടുക്കാം, നിങ്ങൾ രണ്ടാൾ നിൽക്കുക. നിങ്ങൾ രണ്ടാൾ ഇവിടെ ഉണ്ടാവില്ലേ? ഞങ്ങളിപ്പോൾ വരാം. എനിക്ക് സോഷ്യൽ എക്സാം എങ്ങനെ ഉണ്ട്? ഇനി വലിയ പ്രശ്നമില്ല. ഇനി ഒരു മീഡിയം ലെവൽ. എനിക്കോ സെയിം, വലിയ പ്രശ്നമില്ല. ഇനി നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യുമോ? ഒരു മെയിൽ അയക്കാൻ വേണ്ടിയിട്ടാണ്.
ഈ എക്സാമിൻ്റെ അടുക്ക ആർക്ക് മെയിൽ വയ്ക്കാനാ? ഈ സോഷ്യൽ എക്സാം കുറച്ച് ടഫല്ലേ ഇനിയോ, മാം അതിനെക്കുറിച്ച് മെയിൽ അയക്കാൻ വേണ്ടേ പറഞ്ഞിരുന്നേ. എനിക്ക് ഫ്രീ ആകുമ്പോൾ നീ മാമിനെ വിളിച്ചാലും മതി. ഇന്ന് ലാസ്റ്റ് എക്സാം അല്ലേ ഇനിയോ? ഇത് കഴിഞ്ഞ പരീക്ഷയല്ലേ, അപ്പം നീ ആ സമയത്ത് എന്താ പറയാഞ്ഞേ? ഇതിനെക്കുറിച്ച് പറയാൻ വേണ്ടി ഞാൻ ഒരുപാട് തവണ മെസ്സേജ് അയച്ചും ചെയ്തിന്, വിളിച്ചും ചെയ്തിന്, പക്ഷെ നീ എടുത്തില്ല. നീ എന്നെ വിളിച്ചിനി എന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. അണ്ണോ നമ്പറായിട്ടായിരിക്കും. നീ എന്തായാലും അയക്കേണ്ട ഡീറ്റെയിൽസ് സെൻഡ് ചെയ്ത് തന്നാണ്ട് ഞാൻ ഇന്ന് തന്നെ അയക്കാം. അല്ല, ഈ മെയിൽ അയച്ചതുകൊണ്ട് എന്താ കാര്യം? എക്സാം കഴിഞ്ഞില്ലേ? എക്സാം ടഫായിരുന്നു എന്നുള്ള വിദ്യാഭ്യാസ മന്ത്രിയെ അറിയിച്ചാൽ ഈ പരീക്ഷ ഇപ്പോൾ നോക്കുന്ന ലിബറലാക്കും. പിന്നെ നമ്മൾ അറ്റൻഡ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യനും മാർക്ക് തരും. അങ്ങനെയാണെങ്കിൽ ഒന്ന് അയച്ചു നോക്കാം. എക്സാം എന്ന് പറഞ്ഞോട്ട് കണ്ട് ചെക്കന്മാരായിട്ട് വർത്താനം പറഞ്ഞോണ്ടിരിക്കല്ലേ, വീട്ടിൽ ആടി കാണിച്ചു ഞങ്ങൾക്ക്. നിന്റെ മോള് ക്ലാസ് എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിച്ചു നോക്ക്. നിങ്ങൾ ഇത്ര അലറാൻ വേണ്ടി ഇവിടെ എന്താ നടന്നേ? നിങ്ങൾ രണ്ടാളും ഇവിടെ അങ്ങ് നിന്നോ. നിങ്ങളെ മകൾ എന്താ ചെയ്യുന്നതെങ്കിലും നിങ്ങൾ ബോധമുണ്ടോ? ഇപ്പോൾ വേറൊരു ചെക്കനായി സംസാരിച്ച് നിൽക്കുക ഞാൻ അങ്ങോട്ട് വരുന്ന സമയത്ത്. നീ ഇങ്ങോട്ട് ഒന്നും പറയണ്ട, എല്ലാവരും ഇങ്ങോട്ട് വരും. ഇന്നത്തോട് പോയിട്ട് ഇവിടെ നടത്തിയൊരു തീരുമാനം ഉണ്ടാക്കും. ഇനായ, ഞാൻ കേട്ട ശരിയാണോ? ഇനായ, നിന്നോടാ ഞാൻ ചോദിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് നീ കേൾക്കില്ലേ? ഇവളോടൊന്നും ഇങ്ങനെയല്ല ചോദിക്കേണ്ടേ. ചോദിക്കേണ്ട രീതി ചോദിച്ചാൽ ഇവൾ എന്തെങ്കിലുമൊക്കെ പറയുള്ളൂ. ഈ കുടുംബത്തിൽ ഇന്ന് വരെ ഒരു പെൺകുട്ടി പോലും ഒരു ആണിനെ, ഒരു അന്യ പുരുഷനായി സംസാരിച്ചിട്ടില്ല. അത് നീ ആയിട്ട് തിരുത്തേണ്ട ആവശ്യമില്ല. ഇവളൊക്കെ എന്ന് മുതലാണ് നമ്മളെ കുടുംബമായി മാറിയേ? നീ കാരണം ഇപ്പൊ ആൾക്കാരുടെ മുന്നിലൂടെ ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഇന്നത്തോട് കൂടി ഇതിലൊരു തീരുമാനം അറിയണം. നിന്നെ വേണ്ട, അവളൊന്നും ചെയ്യല്ലേ. നീ ഒരക്ഷരം വേണ്ടരുത്. നീ ഒരാൾ മാത്രമാണ് ഇവിടെ ഇത്രയും കൊഞ്ചിച്ച് വഷളാക്കി. എൻ്റെ മോൾ ആരും തൊട്ടുപോകരുത്. നീ ഒരൊറ്റൊരുത്തി കാരണം ഇവിടെ ഇങ്ങനെയായി മാറിയത്. ഇത്രയും കാലം ഈ കുടുംബത്തിനുണ്ടായിരുന്ന മഹിമയും പെരുമയും അന്തസ്സും അടക്കം ഇവിടെ ഒറ്റൊരാൾ കാരണം കളഞ്ഞു മുടിച്ചു തന്നു. ഇവക്ക് മാത്രമല്ല നിനക്കും ഒന്നും കിട്ടാത്തതിന് കുറവ് തന്നെയാ. ഉമ്മ, ഞാൻ പറയുന്നത് കേൾക്കാതെ ഫ്രണ്ടാണ്. ആരാടി നിന്റെ ഉമ്മ? അനാഥക്കൊച്ചായ നീ എന്ന് മുതലാടി എൻ്റെ പേരുകുട്ടിയെ മാറിയേ? നീ ഞാനിപ്പോൾ കേട്ടത് ശരിയാണോ? ഇവർക്ക് കൊച്ചുങ്ങളില്ലാത്തത് കൊണ്ട് ദത്തെടുത്തൊരു കുട്ടി മാത്രമാണ് ഈ. അതല്ലാണ്ട് നീ ഇവരുടെ കുട്ടിയൊന്നുമല്ല. ഏതോ ഒരു തെരുവ് വീശിക്കുണ്ടായ ഒരു കുട്ടി മാത്രമാണ് ഈ. മനസ്സിലായോ? എന്താ മനുഷ്യ അത്രയൊക്കെ നടന്നിട്ട് നിങ്ങൾക്കൊന്നും പറയാനില്ലേ? ഇവള് പോയാലും ഇല്ലെങ്കിലും ഈ കുടുംബത്തിനുണ്ടായ നാണക്കേട് എവിടെയും പോകാൻ പോകുന്നില്ല. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഇവളെ എൻ്റെ മോളാ. ഞാൻ ആരൊക്കെ എന്ത് പറഞ്ഞാലും ഞാൻ ഇവളെ ആർക്കും വിട്ടുകൊടുക്കില്ല. കവിന് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് നീ താല്പര്യക്കുറവൊന്നുമില്ല. ജീനിയെ സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ നോക്കിക്കോളാം. ജീനി, നീ ഈ കാര്യം ആലോചിച്ച് ഇനി ടെൻഷൻ അടിക്കണ്ട. ആരൊക്കെ എന്ത് പറഞ്ഞാലും ഞാൻ ഒരു തീരുമാനം എടുത്തണം, അതേ നടക്കുള്ളൂ. ബേബി വന്നിട്ട് നിറയെ ഫോട്ടോ എടുക്കണം ഇതേപോലെ. അതൊക്കെ എടുക്കാം. നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് വീട് മാറ്റാം. അതെന്തിനാ? ഇപ്പം വീട് നിൽക്കുന്ന സ്ഥലം നല്ലതാണല്ലോ. നമ്മുടെ ബേബി വരുമ്പേ നമുക്ക് പുതിയ സ്ഥലം, പുതിയ ആൾക്കാർ, ഞാനും ഈയും ബേബിയൊക്കെ ഉള്ള സന്തോഷമായൊരു ഫാമിലി തുടങ്ങാമല്ലോ. മറ്റെല്ലാവരും എന്നെ കുറ്റപ്പെടുത്തിയ സമയത്തും ഞാൻ വിശ്വസിച്ചു നിങ്ങൾ എന്നെ മനസ്സിലാക്കുന്നു. പക്ഷെ എനിക്ക് തെറ്റി. നിങ്ങളും അവരെ പോലെ തന്നെയാണ് ചിന്തിക്കുന്നത്. ഈ 15 വർഷത്തിനിടയിൽ നമ്മൾ ഇത്ര ആളുകളെടുത്തെന്ന് കേട്ടു, കുഞ്ഞില്ല കുഞ്ഞില്ല കുഞ്ഞില്ല. അവസാനം നമ്മൾ രണ്ടുപേരെടുത്ത തീരുമാനമല്ലേ ഒരു കുഞ്ഞിനെ ദത്തെടുക്കുക എന്നുള്ളത്. എന്നിട്ട് ആ കുഞ്ഞിനെ ദത്തെടുത്തിട്ട് സ്വന്തം കുഞ്ഞിനെ പോലെ ഇത്രയും നാൾ വളർത്തിയിട്ടും ഇവരെല്ലാവരും അവളെ തള്ളി പറഞ്ഞ സമയത്ത് നിങ്ങളും അതേപോലെ ചിന്തിക്കുക. ഇതൊന്നും നിങ്ങളോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല. അത്രയും നേരം എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തിയ സമയത്തും ഒരക്ഷരം പോലും മിണ്ടാതെ വായടച്ച് അതെല്ലാം നോക്കി നിൽക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കേണ്ടിയിരുന്നു അവരെ പോലെ തന്നെയാണ് നിങ്ങളും ചിന്തിക്കുന്നതെന്ന്. അവളെ ചിലപ്പോൾ ഞാൻ പ്രസവിച്ചിട്ടുണ്ടാവില്ല, ബട്ട് ആദ്യമായിട്ട് എന്നെയാണ് അവൾ അമ്മ എന്ന് വിളിച്ചത്. അവളമ്മ ഞാനാണ്, അവൾ എൻ്റെ മകളും. ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിൽ എൻ്റെ ചുറ്റുമുള്ളവരെല്ലാവരും എന്നെ വെറുത്തു. എനിക്ക് ആരുമില്ല. ഇനായ